Today, let's discuss the lesson His First Flight, written by Liam O'Flaherty. It is the story of a young seagull who was afraid to make its first flight. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. Look into the text. The young seagull was alone on his ledge. His two brothers and his sister had already flown away the day before. He had been afraid to fly with them. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. ഇവിടെ പറയണത് ആ യങ് സീഗൾ ഒറ്റയ്ക്കായിരുന്നു അതിൻ്റെ ലെഡ്ജ് എന്ന് പറഞ്ഞാൽ ആ റോക്കിൻ്റെ അറ്റം, അതിനെയാണ് നമ്മൾ ലെഡ്ജ് എന്ന് പറയുന്നത്. ഹി ഹാഡ് ടു ബ്രദേഴ്സ് ആൻഡ് എ സിസ്റ്റർ. അവർ നേരത്തെ പറക്കുകയും ചെയ്തു, പക്ഷെ ഇതിന് പറക്കാൻ പറ്റിയില്ല, കാരണം അതിന് പേടിയായിരുന്നു. ഹി മേഡ് സെവറൽ അറ്റംപ്റ്റ്സ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്, പക്ഷെ അപ്പോഴും പറക്കാൻ പറ്റുന്നില്ല. The great expanse of sea stretched down beneath, and it was such a long way down, miles down. He felt certain that his wings would never support him. അതായിരുന്നു അതിൻ്റെ മെയിൻ റീസൺ. യങ് സീഗളിന് പറക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അതിന് കോൺഫിഡൻസ് ഇല്ല. അതിൻ്റെ വിചാരം അതിൻ്റെ വിങ്സ് ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത്. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to make that plunge which appeared to him so desperate. അവൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ വിങ്സ് ഇവനേക്കാളും ചെറുതായിരുന്നു, പക്ഷെ എന്നിട്ട് അവർ വിങ്സ് ഫ്ലാപ്പ് ചെയ്ത് പറന്നുപോയി. ഇത് കുറേ ശ്രമിച്ചിട്ടും പറ്റിയില്ല. അപ്പോൾ നാച്ചുറലി എന്ത് സംഭവിച്ചു? പാരൻസ് വന്ന് അതിനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കി. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം അറൗണ്ട് കോളിംഗ് ടു ഹിം ഷ്രില്ലി, സ്കോൾഡിങ് ഹിം, ത്രെറ്റനിങ് ടു ലെറ്റ് ഹിം സ്റ്റാവ് ഓൺ ഹിസ് ലെഡ്ജ്. അപ്പോൾ എന്തൊക്കെയാണ് പാരൻസ് ചെയ്തത്? ആദ്യം വന്ന് അവർ പതുക്കെ വിളിച്ചു, കോളിംഗ് ഹിം ഷ്രില്ലി, പിന്നെ ചീത്ത പറഞ്ഞു, സ്കോൾഡിങ് ഹിം, ആൻഡ് ദെൻ ദേ സ്റ്റാർട്ടഡ് ത്രെറ്റനിങ്, ഭീഷണിപ്പെടുത്തി, വി വോണ്ട് ഗിവ് യു ഫുഡ് എന്ന് പറഞ്ഞിട്ട്. സോ ദീസ് വർ ദ ത്രീ തിങ്സ് വിച്ച് ഹിസ് പാരൻസ് ഡിഡ്: calling him shrilly, scolding him and threatening him. But for the life of him he could not move. എന്ത് ചെയ്തിട്ടും അതിന് മൂവ് ചെയ്യാൻ പറ്റിയില്ല. That was 24 hours ago. 24 മണിക്കൂർ മുൻപേ ഉള്ള സ്റ്റോറിയാണത്. Since then nobody had come near him. ആരും അവൻ്റെ അടുത്തേക്ക് വന്നില്ല. The day before, all day long, he had watched his parents flying about with his brother and sister, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. പാരൻസ് ആണെങ്കിൽ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനെ എങ്ങനെ ഫ്ലൈ ചെയ്യണം അത് പഠിപ്പിച്ചു കൊടുക്കായിരുന്നു. ഹൗ ടു സ്കിം ദ വേവ്സ്, അതുപോലെ ഫിഷിന് ഡൈവ് ചെയ്ത് പിടിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഹി ഹാഡ് ഇൻ ഫാക്ട് സീൻ ഹിസ് ഓൾഡർ ബ്രദർ ക്യാച്ച് ഹിസ് ഫസ്റ്റ് ഹെറിങ് ആൻഡ് ഡിവർ ഇറ്റ്. അവൻ്റെ മൂത്ത സഹോദരൻ ആദ്യമായിട്ടൊരു മീൻ പിടിച്ച് അതിനെ കൊത്തി തിന്നണത് ഇവരുന്ന് കാണുന്നുണ്ട്. While his parents circled around raising a proud cackle. പാരൻസിനാണെങ്കിൽ വളരെയധികം സന്തോഷമായി, കാരണം അതിൻ്റെ ഫസ്റ്റ് കുട്ടി became self-reliant ആണ്. And all the morning the whole family had walked about on the big plateau, laughing at his cowardice. യങ് സീഗളുടെ ഭീരുത്വം കണ്ടിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സ് മുഴുവൻ അവനെ കളിയാക്കി ചിരിക്കുകയായിരുന്നു. The sun was now ascending the sky, blazing warmly on the ledge that faced the south. He felt the heat because he had not eaten since the previous nightfall. Next day സൂര്യൻ ഉദിച്ചു ആൻഡ് സീഗൾ ഒറ്റയ്ക്കാണ് അവിടെ. ആൻഡ് ഹി ഫെൽറ്റ് ദ ഹീറ്റ് വെരി മച്ച്, കാരണം തലേദിവസം അവൻ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. Then he had found a dried piece of mackerel's tail at the far end of his ledge. Now there was not a single scrap of food left. അവന് ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല അവിടെ. He had searched every inch, rooting among the rough dirt-cacked straw nest where he and his brothers and sister had been hatched. ഗതി കേട്ടിട്ട് അവനെ ഹാച്ച് ചെയ്ത സ്ഥലത്ത് ആ കൂട്ടിൽ തന്നെ അവൻ വന്ന് നോക്കി. He even gnawed at the dried pieces of eggshell. It was like eating a part of himself. പക്ഷികൾ മുട്ടയിട്ട് വിരിയല്ലേ ചെയ്യുക, അപ്പോൾ ആ മുട്ടയുടെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് തന്നെ അവൻ കുറേശ്ശെ കടിച്ച് തിന്നാൻ നോക്കി. അപ്പോൾ വാട്ട് ഹി ഫെൽറ്റ് വാസ്, അവൻ്റെ തന്നെ ഒരു ഭാഗം കഴിക്കുക എന്നായിട്ടാണ് തോന്നിയത്.
He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. വളരെ സൂത്രക്കാരനാണ്. എങ്ങനെയെങ്കിലും പാരൻസിൻ്റെ അടുത്തേക്ക് എത്തണം, പക്ഷെ അവന് പറക്കാൻ വയ്യ. But on each side of him the ledge ended in a sheer fall of precipice, with the seabed, and between him and his parents there was a wide crack. അപ്പോൾ അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഒരു വലിയ ക്രാക്ക് ഉണ്ട്. പറക്കാതെ വേറെ ഒരു നിവൃത്തിയില്ല. Surely he could reach them without flying if he could only move northwards along the cliff face. But then on what could he walk? എങ്ങനെയെങ്കിലും നടന്നെത്താൻ നോക്കി, ബട്ട് ദർ വാസ് നോ ഹോപ്പ് അറ്റ് ഓൾ. നടക്കാനായിട്ട് അവിടെ ഒരു സർഫേസ് ഇല്ല. ആൻഡ് ദ യങ് സീഗൾ വാസ് അഫ്രേഡ് ടു ഫ്ലൈ ഓൾസോ. He stepped slowly out to the brink of the ledge, standing on one leg with the other leg hidden under his wing. He closed one eye, then the other, and pretended to be falling asleep. He knew that his mother was watching him all the time. അപ്പോൾ അതൊരു സൂത്രം എടുത്തു. ആ ലെഡ്ജിൻ്റെ അറ്റത്തേക്ക് പോയിട്ട് ഒരു കാല് പിന്നിലും വെച്ച് അവിടെ ഉറങ്ങണ പോലെ നടിച്ചു. സോ ദാറ്റ് മദർ വിൽ ബി സ്കാഡ്. ഇവനെങ്ങാണം ആ കടലിലേക്ക് വീഴുമെന്ന് പേടിച്ചിട്ട് അമ്മ പറന്നെത്തും എന്നായിരുന്നു അതിൻ്റെ വിശ്വാസം. Still they took no notice of him. He saw his two brothers and a sister lying on the plateau, dozing with their heads sunk into their necks. His father was preening the feathers on his white back. Only his mother was looking at him. ഫാദർ, ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ അവരെല്ലാവരും എൻഗേജ്ഡ് ആയിരുന്നു. അവർ കുറേ ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്ലൈറ്റൊക്കെ ചെയ്ത് ദേ വർ ഡോസിങ്. പക്ഷേ ദ വൺ പേഴ്സൺ ഹു വാസ് ലുക്കിംഗ് അറ്റ് ഹിം വാസ് ഓൺലി ഹിസ് മദർ. ഷി വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓഫ് ദ പ്ലാറ്റോ, ഹർ വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്. എന്തെങ്കിലും ഈ യങ് സീഗളിന് പറ്റുകയാണെങ്കിൽ അമ്മ ഓടി എത്താൻ വേണ്ടി, പറന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള റെഡി ആയിട്ടാണ് അമ്മ നിൽക്കുന്നത്. Now and again she tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. അമ്മ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ കയ്യിലൊരു ഫിഷ് ഉണ്ടായിരുന്നു, അതിനെങ്ങനെ കൊത്തി തിന്നായിട്ട് കാണിച്ചു. ഷി വാസ് ജസ്റ്റ് ട്രൈങ് ടു ടാൻറ്റലൈസ് ഹിം ബിക്കോസ് മദർ ന്യൂ ദാറ്റ് ഹി വാസ് വെരി ഹംഗ്രി. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻ ഹിം. വിശപ്പ് കൊണ്ട് അതിന് നിൽക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം കാണുമ്പോൾ അതിനെങ്ങനെയെങ്കിലും അത് കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഹൗ ഹി ലവ് ടു ടിയർ ഫുഡ് ദാറ്റ് വേ. അമ്മ ചെയ്യണ പോലെ യങ് സീഗളിന് അതിൻ്റെ അമ്മ മീൻ കൊത്തി തിന്നണ പോലെ കഴിക്കണമെന്നുണ്ട്. അതുപോലെ ആ കൊക്ക് പാറയമട്ടോ അരച്ച് മൂർച്ച കൂട്ടണമെന്നുണ്ട്. പക്ഷെ ഇതൊന്നും അതിന് പറ്റുന്നില്ല. ഗാ ഗാ ഹി ക്രൈഡ്, ബെഗിങ് ഹർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. അവസാനം അത് വേറെ അടവെടുത്തു, കരയാൻ തുടങ്ങി. എനിക്ക് കുറച്ച് ഭക്ഷണം കൊടുന്ന് തരൂ എന്ന് പറഞ്ഞിട്ട്. ഗൗൾ ഊൾ ഷി സ്ക്രീം ബാക്ക് മോക്കിംഗ്ലി. അമ്മ കളിയാക്കി തിരിച്ചു ഒരു സൗണ്ട് ഉണ്ടാക്കി. ഇവൻ കണ്ടിന്യൂസ്ലി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഫൈനലി വാട്ട് ഹീ സോ വാസ്, അമ്മ ഒരു ചെറിയ കഷ്ണം മീനായിട്ട് അവൻ്റെ അടുത്തേക്ക് പറന്നെത്തണു. ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്. ഹി ലീൻഡ് ഔട്ട് ഈഗർലി. വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ലീൻ ചെയ്ത് നിന്നു. But when she was just opposite to him, abreast of the ledge, she halted, her legs hanging limp, her wings motionless, the piece of fish in her beak almost within reach of his beak. അമ്മ എന്ത് ചെയ്തു, അവൻ്റെ അടുത്ത് വന്നിട്ട് വായിൽ വെച്ച് കൊടുക്കുകയൊന്നും ചെയ്തില്ല. കുറച്ച് ഡിസ്റ്റൻസിൽ വന്ന് അമ്മ അവിടെ ഹോൾട്ട് ചെയ്തു. സോ ദാറ്റ് യങ് സീഗളിന് അമ്മയുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ പറന്നേ പറ്റൂ, അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. He waited a moment in surprise why she did not come nearer. കുറച്ച് നേരം യങ് സീഗൾ സർപ്രൈസ്ഡായിട്ട് നിന്നു, എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വരാത്തത്. ആൻഡ് ദെൻ maddened by hunger, വിശപ്പിൻ്റെ ഭ്രാന്ത് പിടിച്ചിട്ട് he dived at the fish. Finally he had to fly. ആ മീൻ കിട്ടണമെങ്കിൽ അവന് പറന്നേ പറ്റൂ. With a loud scream he fell outwards and downwards into space. അങ്ങനെ പിന്നെ അതിന് വളരെ സന്തോഷമായി, അത് ആ സ്പേസിൽ അങ്ങനെ പറക്കാൻ തുടങ്ങി. ഹിസ് മദർ ഹാഡ് സ്വൂപ്ഡ് അപ്വേർഡ്സ്. ആസ് ഹി പാസ്ഡ് ബെനീത്ത് ഹർ ഹി ഹേർഡ് ദ സ്വിഷ് ഓഫ് ഹർ വിങ്സ്. ഈ യങ് സീഗളിൻ്റെ തൊട്ട് പിന്നിൽ അമ്മയും പറക്കുന്നുണ്ടായിരുന്നു. അതായത് കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ യങ് സീഗൾ പറക്കണത്.
അമ്മ എപ്പോഴും ഒരു പ്രിക്കോഷൻ മെഷറായിട്ട് ഷി വാസ് ജസ്റ്റ് ഫ്ലാപ്പിംഗ് ഹർ വിങ്സ് ബിഹൈൻഡ് ഹിം. Then a monstrous terror seized him and his heart stood still. He could hear nothing. പെട്ടെന്ന് അവന് സൗണ്ടൊന്നും കേൾക്കുന്നില്ല. മറ്റേത് അമ്മയുടെ ചിറകിട്ടടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. The next moment he felt his wings spread outwards. പിന്നെ അതിന് മനസ്സിലായി he could fly very confidently എന്നുള്ളത്. The wind rushed against his breast feathers, then under his stomach, against his wish. So വിങ്സിൻ്റെ വിൻഡിൻ്റെ ഗതി അനുസരിച്ച് ഇത് വിങ്സ് ഫ്ലാപ്പ് ചെയ്ത് പറക്കാൻ തുടങ്ങി. ഹി വാസ് നോ ലോങ്ങർ അഫ്രീഡ്. അതിൻ്റെ പേടി മുഴുവൻ അങ്ങോട്ട് മാറി. ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് വൺസ് ആൻഡ് ഹി സോഡ് അപ്വേർഡ്സ്. നന്നായി ചിറകിട്ടടിച്ച് നല്ല ഉയരത്തിലേക്ക് അത് പറന്നു. ഹി അറ്റേർഡ് എ ജോയസ് സ്ക്രീം ആൻഡ് ഫ്ലാപ്പ് ദം അഗെയിൻ. വളരെയധികം സന്തോഷമായി അവന്. ഹി സോഡ് ഹൈ. അങ്ങനെ ഹൈറ്റ് കൂട്ടി പറക്കുന്നുണ്ടായിരുന്നു. ഹി റേസ്ഡ് ഹിസ് ബ്രസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗെയിൻസ്റ്റ് ദ വിൻഡ്. ഘാ 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 ഗൗൾ ഊൾ. അത് ആ സൗണ്ട് ഉണ്ടാക്കിയ ഘാ ഘാ എന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് പറക്കണത്. തൊട്ട് പിന്നാലെ അമ്മ ഗൗൾ ഊൾ എന്ന് പറഞ്ഞിട്ട് അമ്മയും പറക്കുന്നുണ്ടായിരുന്നു. ഹിസ് മദർ swooped past him, her wings making a loud noise. He answered her with another scream. അമ്മയും സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഒപ്പം യങ് സീഗളും സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. Then his father flew over him screaming. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, അച്ഛനും എൻ്റെ ഒപ്പം പറക്കാൻ തുടങ്ങി. And afterwards he saw his two brothers and his sister also flying around him. Then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. അങ്ങനെ അതിന് പറക്കാൻ പറ്റില്ല എന്നുള്ള അത് മറന്നു. അത് നല്ല ഹൈറ്റിൽ നല്ല എനർജറ്റിക്കായിട്ട് അത് പറക്കാനായിട്ട് തുടങ്ങി. The important message of the story is that, or the lesson highlights the idea that pushing ourselves out of our comfort zone is necessary for our growth and achieving our goals. We should take risk in life and we should face fears. Strong determination is also another element to achieve success. Along with this, we should have the support of our family to achieve success in our life. സോ ഈ ലെസൺ ഈ ഒരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. ബ്ലോക്കിൻ്റെ പേര് തന്നെ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് ആണ്. സോ ഇൻ ഓർഡർ ടു ബിക്കം ഗ്രേറ്റ് ഇൻ ലൈഫ് വി ഹാവ് ടു ഹാവ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ. വി ഷുഡ് കം ഔട്ട് ഫ്രം അവർ കംഫർട്ട് സോൺ ആൻഡ് വി ഷുഡ് ബി റെഡി ടു ഫേസ് ഫിയേഴ്സ്.